السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ സർവലോക നിയന്താവും അളവറ്റ കാരുണ്യവാനുമായ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിക്കണേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും ആ മാർഗത്തിലായിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും അങ്ങനെ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അർഹമുറാഹിമായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറം അവിശ്വാസിക്കില്ലാത്ത ഒരത്താണി വിശ്വാസി, അതാണ് പ്രാർത്ഥന. എല്ലാ വാതിലുകളും അടഞ്ഞാലും ശരി, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ആ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്നതും ആ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിൻ്റെ തീരുമാനത്തിലില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നും എൻ്റെ ജീവിതത്തിൽ വരുന്ന എനിക്ക് സന്തോഷമുണ്ടാക്കുന്നതാവട്ടെ പ്രയാസമുണ്ടാക്കുന്നതാവട്ടെ എല്ലാം എൻ്റെ റബ്ബിനോട് എനിക്ക് തുറന്ന് പറയാലോ. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. എന്താണ് പ്രാർത്ഥന എന്നും എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയായി തീരുന്നത് എന്നും അത്ര ഒരു ഡീപ്പായി വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഈ സദസ്സിനില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളവരാണ്. ആ പ്രാർത്ഥനയാവട്ടെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് മാത്രം അർപ്പിക്കുന്നവരാണ്. അല്ലല്ലാത്ത ഒരാളിലേക്കും നമ്മുടെ പ്രാർത്ഥന നമ്മൾ അർപ്പിക്കാറില്ല. എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ ഒരല്പസമയത്തിനുള്ളിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇത് നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന ആ തേട്ടം റബ്ബ് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ സ്വഹാബത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാര്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വഖൽബിൻ ലാ യഖ്ശഅ വനഫ്സിൻ ലാ തശ്ബഅ വദഅവത്തിൻ ലാ യുസ്തജാബ്. 4 കാര്യങ്ങളെ തൊട്ട്
അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. ഒന്ന് ഉപകാരമില്ലാത്ത അറിവ്, രണ്ടാമത്തേത് ഭയമില്ലാത്ത ഹൃദയം, ഖുശൂഇല്ലാത്ത ഹൃദയം, മൂന്നാമത്തേത് വനഫ്സില്ലാത്ത ഷ്ബ, എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ്, അതൊരു അപകടമാണ്. നാലാമത്തെ കാര്യം വദഅവത്തിൻ ലാ യുസ്തജാബ്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന. അത് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ തേടേണ്ടുന്ന, കാവൽ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ സ്വീകരിക്കേണ്ടുന്ന ചില നിലപാടുകൾ, ചില ആദാബുകൾ, ആ ആദാബുകൾ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്നത് മാത്രമല്ല, അതിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കാനും കാരണമായി തീരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മേഖലകളൊക്കെ അതിനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഈ രാപ്പകലുകളെ ധന്യമാക്കാനും അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായ അർത്ഥത്തിൽ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് ആ രൂപത്തിൽ തഖ്വയുള്ള മനസ്സോടുകൂടി തഖ്വയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹറാമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. എന്താണ് ഹറാമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ ഫഖറിന് വേണ്ടി പ്രാർത്ഥിക്കും, ദുരഭിമാനത്തിന് വേണ്ടി, അല്ലേ? മറ്റൊരാളുടെ വീടും മറ്റൊരാളുടെ വാഹനവും മറ്റൊരാളുടെ സൗകര്യവും ഒക്കെ കണ്ട് അതിനേക്കാളൊക്കെ എനിക്ക് ലഭിക്കണം, അതിനേക്കാളൊക്കെ എനിക്ക് ലഭിക്കണം, എന്നാൽ എൻ്റെ വരുമാനമോ എൻ്റെ ഇൻകം അത്രല്ല, പക്ഷേ അവനേക്കാളും നല്ല വീടായിരിക്കണം, അവനേക്കാളും നല്ല വാഹനമായിരിക്കണം. അങ്ങനെ ഫഖറിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. എന്താ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ? നിങ്ങളെക്കാൾ ജീവിത സൗകര്യങ്ങളുള്ള, വാഹനമുള്ള, വീടുള്ള, കഴിവുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ സംഭവിക്കുന്നത് എന്താ? വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളൊക്കെ കുറവാണ് എന്ന് നിങ്ങളെ തോന്നിപ്പിക്കാൻ അത് കാരണമായി തീരും, അല്ലേ? വലിയ വീടുള്ള ഒരാളെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയാം, എനിക്ക് അങ്ങനത്തെ വീടില്ലല്ലോ. നല്ല വാഹനമുള്ള ഒരാളെ നോക്കിയിട്ട് പറയാം, എനിക്ക് അങ്ങനത്തെ വാഹനം ഇല്ലല്ലോ, എനിക്ക് പടച്ചവൻ അങ്ങനത്തെ ഒന്നും തന്നിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ റബ്ബ് നമുക്ക് തന്ന നിഅമത്തുകളെ നമ്മൾ കുറച്ച് കാണിക്കുകയാണ്. എന്നാൽ നമ്മുടെ വീടിൻ്റെ അത്രയൊന്നും വലുപ്പം ഇല്ലാത്തൊരു വീട്ടിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് അൽഹംദുലില്ലാ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താ? അവനിക്ക് വീടില്ല, എനിക്കൊരു വീടുണ്ട്, അല്ലേ? അവൻ്റെ കയ്യിലൊരു സൈക്കിളാണുള്ളത്, എൻ്റെ കയ്യിലോ എനിക്കൊരു ബൈക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കാറുണ്ട്. അപ്പോൾ അവനേക്കാൾ, നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്നോട് എത്ര നിഅമത്താണ് കാണിച്ചിട്ടുള്ളത്. കാരണം എന്താ? എനിക്ക് ബൈക്ക് തന്നു, എനിക്ക് നല്ലൊരു വീട് തന്നു, എനിക്ക് അൽഹംദുലില്ലാ നല്ല ആരോഗ്യം തന്നു, അല്ലേ? എനിക്ക് അൽഹംദുലില്ലാ നല്ല അറിവ് തന്നു.
അപ്പോൾ നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ വലിയ നിഅമത്തായി നമുക്ക് തോന്നും. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് കിട്ടിയതിൽ സമാധാനിക്കാനും ഉള്ളതിനു വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുക. അതേപോലെ തന്നെ എല്ലാതും ചോദിക്കാൻ നമുക്ക് കഴിയുക, അത് വലിയ നിഅമത്താണ്. റബ്ബിനോടെല്ലാം ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് എല്ലാം ആദ്യം റബ്ബിനോട് ഷെയർ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും ഞാൻ ആദ്യം ആരോടാ ചോദിക്കുക? ഞാൻ ആദ്യം റബ്ബിനോട് പറയും. എന്താ, റബ്ബ് ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരും എന്നുള്ള നിലക്കാണോ? റബ്ബ് പൊട്ടിയ ചെരുപ്പ് നന്നാക്കി തരും എന്ന നിലക്കാണോ? അല്ല, അത് ആ റബ്ബിനോടുള്ള കണക്ഷനാണ്. ഒരു വിശ്വാസിക്ക് ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എന്ത് സംഭവിച്ചാലും നമുക്ക് ആദ്യം നമ്മുടെ റബ്ബിനോട് ഷെയർ ചെയ്യാൻ കഴിയണം. അത് വലിയ ഒരു കാര്യമാണ്. എല്ലാം റബ്ബിനോട് ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എന്താ, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം. കണ്ടോ, റബ്ബിനോട് ചോദിക്കുമ്പോൾ വലുത് ചോദിക്കണം. ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. കാരണം ഫിർദൗസിന്റെ പ്രത്യേകത എന്താ? ഫഇന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗത്തിന്റെ മധ്യത്തിലാണ്, സ്വർഗത്തിന്റെ മിഡിൽ ഭാഗത്താണ് ജന്നത്തുൽ ഫിർദൗസ് ഉള്ളത്. വഅഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, ആ ഫിർദൗസിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് നിലകൊള്ളുന്നത്. അപ്പൊ അള്ളാഹിന്റെ സിംഹാസനം എവിടെയാണ്? സിംഹാസനം എവിടെയാണ്? ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ്. വമിൻഹു യുഫജ്ജിറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അരുവികളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അത് ഫിർദൗസിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. ഫിർദൗസിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുമോ? ജന്നത്തുൽ ഫിർദൗസിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുമോ? എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയില്ല. പക്ഷെ ചോദിക്കുമ്പോൾ വലുത് ചോദിക്കണം. അള്ളാഹുവിനോട് എന്തും ചോദിക്കാം, എല്ലാതും ചോദിക്കണം. എത്ര ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അവിടെ മടി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജന്നത്തുൽ ഫിർദൗസ് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, എങ്കിലും നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കണം. മനസ്സിലാണ്ടോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നിരന്തരമായി കൊണ്ട് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് അത്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാർ അവർ എല്ലാം ചോദിച്ചിട്ടുണ്ട്, അല്ലേ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനത്തിനു വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ, അള്ളാഹുവിനോട് ചോദിച്ചു, അല്ലേ? മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് യൂനുസ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയൊരു പ്രയാസം വന്നപ്പോൾ, അല്ലേ, ചെറിയ പ്രയാസമല്ല, വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർ വഅൻത അർഹമുർ റാഹിമീൻ, അള്ളാഹുവേ, അർഹമുറാഹിമായ റബ്ബേ, എനിക്കൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പോൾ എല്ലാം റബ്ബിനോട് ചോദിക്കുക. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകിൽനി അലാ നഫ്സി തറഫത ഐനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ് എൻ്റെ കണ്ണിമ വെട്ടുന്ന ആ നിമിഷം പോലും എനിക്ക് എൻ്റെ കാര്യം ഏൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ സെക്കൻഡുകളും, മൈക്രോ സെക്കൻഡുകളും അള്ളാഹുവെ നീ ഏറ്റെടുക്കണേ എന്നാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റബ്ബിനേറെ ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. ഏത് ഇപ്പോൾ റഹ്മാനായ റബ്ബേ എന്നോട് നീ റഹ്മത്ത് കാണിക്കണേ, ഗഫൂറായ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ, ഷാഫിയായ റബ്ബേ എനിക്ക് നീ എൻ്റെ അസുഖങ്ങൾ, എൻ്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ. അള്ളാഹു പറഞ്ഞ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹു കുറേ അസ്മാഉകളുണ്ട്, വിശിഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടൊക്കെ ഇന്നക അൻതസ് സമീഉൽ അലീം, അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് പറയാം, അള്ളാഹുവേ നീ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്, നീ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്, നീ ഗഫൂറാണ്, റഹീമാണ് എന്നിങ്ങനെ പ്രാർത്ഥനയുടെ കൂടെ ചേർത്ത് പറഞ്ഞതായി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധിക്കണം. തവസ്സുലിൻ്റെ ഒരു ഭാഗം കൂടിയാണത്, അല്ലേ? തവസ്സുലിന് 3 ഘട്ടങ്ങളാണുള്ളത്, 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് തവസ്സുലിൻ്റെ 3 ഭാഗങ്ങൾ? ഏതൊക്കെ? ഒന്ന്, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യുക. തവസ്സുലിൻ്റെ 3 അനുവദനീയമായ വശങ്ങളാണ്. ഒന്നെന്താണ്? അള്ളാഹു നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നോക്കൂ, നിങ്ങൾ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് 17 തവണ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അതേതാ? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ദുആ, സൂറത്തുൽ കൻസ്, അല്ലേ? കുറേ പേരുകളുണ്ട്. ഉമ്മുൽ ഖുർആൻ, കുറേ പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. ഏതാ? സൂറത്തുൽ ദുആ പ്രാർത്ഥനയാണത്. സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥനയാണ്. എന്താ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ അസ്മാഉ വസ്സിഫാത്തുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അല്ലേ? അള്ളാഹിൻ്റെ അസ്മാഉകൾ അതിൽ വന്നു. അതിനുശേഷമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നോക്കൂ നിങ്ങൾ, അവിടെ റബ്ബിനോട് നമ്മൾ നമ്മുടെ നിലപാടുകൾ പറയുന്നതും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിൻ്റെ ആ അസ്മാഇനെ മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കൊരു ചെലവുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുക? റബ്ബിൻ്റെ നാമങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ വിഷമങ്ങൾ അള്ളാഹിനോട് പ്രകടിപ്പിക്കുക. എന്താ? ചിലപ്പോൾ നമ്മൾ കരയേണ്ടി വരും. സന്തോഷമുള്ള കാര്യമാണ് അള്ളാഹുവിനോട് പറയുന്നതെങ്കിൽ ചിരിക്കേണ്ടി വരും. ഏത്? പ്രാർത്ഥനയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞില്ലേ, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വ ഖുഫിയ, വിനയത്തോടെ ഗോപ്യമായി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരുടെ വേദനകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസം കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി,
അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ ഇന്ന് വല്ലാത്ത ലാഭം എനിക്ക് കച്ചവടത്തിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുക, അത് നന്മകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ. എന്താ? എനിക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയ റബ്ബേ. കണ്ടോ, നിഅമത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ബദറിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. എന്താ? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ. കണ്ടോ, അവിടെ പറയണ എന്താ? അള്ളാഹിന്റെ റസൂൽ ആ വിഷമം പറയാ. എന്താ വിഷമം? വലൻ തുഅബദ് ഫിൽ അർദി അബദ. എന്താ വിഷമം? എന്താ? നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഒരാളും ഇവിടെ ഉണ്ടാവൂല. നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പിന്നെ ഒരാളും ഭൂമിയിൽ ഉണ്ടാവൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കണേ എന്നാണ്. നമുക്ക് നിങ്ങൾ ആ വിഷമം അള്ളാഹുവിനോട് പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം. ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അല്ലേ, കുട്ടിയാണ്. അവരെ ഒരാൾ താമസവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോയി ആക്കി. കയ്യിലെന്താ ഉള്ളത്? ഭക്ഷണമല്ല, ഒരല്പം വെള്ളം മാത്രം. ഇനി എന്ത് എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഒരറ്റവുമില്ലാതെ, ചിന്തിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലേ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളൊന്ന് ആലോചിച്ചാൽ കാണി, ഭാര്യയെയും ഒരു പിഞ്ചു മകനെയും ഒരാളും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കി പോരുക അല്ലേ. നമുക്ക് കഴിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ട് ആ സങ്കടം ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടം, അത് റബ്ബിനോട് പറയാണ് അല്ലേ. ഒരു കൃഷിയുമില്ലാത്ത, ഒരാൾ താമസവുമില്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടാക്കിയിട്ടുണ്ട്, പാർപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നോക്കൂ നിങ്ങൾ. അപ്പം നമ്മുടെ സങ്കടം എന്താ? അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് അറിയാം. എങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ മുന്നിൽ നിരത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു ആദാബിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹറാമായ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക എന്നുള്ളതാണ്. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഹറാമും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹിൻ്റെ റസൂല് ഹലാലായത് ഭക്ഷിക്കണം എന്നിങ്ങനെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ദക്കറ റജുൽ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ? യുതീലു സഫർ അശ്ഗസ വ അഗ്ബറ യമുദ്ദു യദൈഹി ഇലസ് സമാ യാ റബ്ബ് യാ റബ്ബ് മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബ ലഹു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്ത്, ദീർഘമായ യാത്ര ചെയ്ത്, ആ യാത്രയുടെ അടയാളമൊക്കെ അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ കാണുന്നുണ്ട്. യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും, ഒരു മറയുമില്ലാതെ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള എല്ലാ അവസ്ഥയും അയാളിൽ ഉണ്ടായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, മത്അമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, വമശ്റബുഹു ഹറാം, അയാളുടെ പാനീയം ഹറാമാണ്, വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ മുഴുകിയിട്ടാണ് ജീവിക്കുന്നത്.
അയാൾ ഹറാമോടുകൂടിയാണ് ജീവിക്കുന്നത്. അയാളുടെ വീട് ഹറാമാണ് അല്ലേ? അയാൾ താമസിക്കുന്നതും അയാളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഹറാമിലാണ്. പിന്നെ എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുക? വല്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാം ഒരു തരി പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഒരാളുടെയും അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നില്ല എന്ന് വരുത്തണം. ഒരാളിൽ നിന്നും ഒരു രൂപ പോലും എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാളുടെ അവകാശപ്പെട്ടത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലേ? അങ്ങനെ ഹറാമില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലിശ പല രൂപത്തിലും കയറി വരുന്ന ഒരു കാലഘട്ടമാണ്, പല രൂപത്തിലും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, പലിശ ഉണ്ട് എന്ന് സംശയമുള്ള വിഷയം പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പലിശ ഇല്ല എങ്കിൽ പോലും ആരെങ്കിലും പറയാണ് അതിൽ പലിശ ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കേട്ടാൽ അതുപോലും നിങ്ങൾ ഒഴിവാക്കണം. അത്ര പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് പലിശ കയറി വരും. ഹറാമാണ്. അതൊരു തരി പോലും, ഒരു രൂപ പോലും നമ്മുടെ സമ്പത്തിൽ കലരാൻ പറ്റൂല. ഏതുപോലെ വലിയൊരു ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി അല്ലേ, അതിലേക്ക് ഒരിറ്റ് മണ്ണെണ്ണ വീണാൽ എന്താ സംഭവിക്കുക? ഒരിത്തിരിയേ ഉള്ളൂ. ഒരിറ്റ് മണ്ണെണ്ണ അതിലേക്കാണ് ചാടിയാൽ അത് പിന്നെ എന്തിനേലും പറ്റുമോ? ആ ഭക്ഷണം പിന്നെ നമ്മൾ ഉപയോഗിക്കുമോ? ഉപയോഗിക്കൂല അല്ലേ? അതുപോലെ നമ്മുടെ വലിയ ഒരു സമ്പാദ്യത്തിലേക്ക് ചെറിയ ഒരു പലിശൻ്റെ ഒരു അംശം വീണാൽ മതി, എല്ലാം ഹറാമായി തീരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഹറാം കയറുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഉത്തരം കിട്ടും. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചാലും ആ റബ്ബ് എനിക്ക് ഉത്തരം നൽകും എന്ന ഉറപ്പ് നമുക്ക് ചോദിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവണം. ചിലരൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പോയ ഒരു വാക്ക് കിട്ടിയാൽ അല്ലേ, നമ്മൾ സാധാരണ തമാശക്ക് പറയല്ലോ, പോയ ഒരു വാക്ക് കിട്ടിയാൽ അത് ആ രൂപത്തിൽ പ്രാർത്ഥന ആവാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂൻ അൽ ഇജാബ. ഉത്തരം കിട്ടുന്ന ഉറപ്പോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു വിശ്വാസത്തോടു കൂടി, ആ ഒരു ഉറപ്പോടു കൂടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബി ഗാഫിലിൻ ലാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു അശ്രദ്ധയോട് കൂടിയുള്ള ദുആ അള്ളാഹു അതിന് ഉത്തരം നൽകൂല. ഏത്? ചില ആളുകൾ യാന്ത്രികമായി ദുആ ചെയ്യും. നമ്മൾ നിസ്കാരം കഴിഞ്ഞാലുള്ള പ്രാർത്ഥനകൾ അല്ലേ, നമ്മൾ ശ്രദ്ധ വേറെ എവിടെയാണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ് വരുമല്ലോ, അല്ലാഹുമ്മ അൻതസ്സലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയല്ലോ അല്ലേ. അങ്ങനത്തെ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. അശ്രദ്ധമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല, അള്ളാഹു അതിന് ഉത്തരം ചെയ്യൂല. പ്രാർത്ഥിക്കുന്ന വിഷയം അത് ഏതാണെങ്കിലും, ഏത് സന്ദർഭത്തിലുള്ളതാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലേ, അതിൽ ഉറപ്പോടുകൂടി അത് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി, കിട്ടണമെന്ന നിർബന്ധ വാശിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന എന്താ റബ്ബിനോട് ചോദിക്കുന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ. നമ്മളെന്താ റബ്ബിനോട് ചോദിക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടേ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞാലേ ഞാൻ ഇന്നതാണ് എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, നമുക്കതിലൊരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചും ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഓരോ പ്രാർത്ഥനയുടെ സമയത്തും നമുക്കുണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ്. വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ വദ്ഉഹു ഖൗഫൻ വതമഅ.
നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? ഖൗഫൻ, ഭയം. റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കൂലേ എന്നുള്ള പേടി, അള്ളാഹു അത് സ്വീകരിക്കാതെ വിടുമോ എന്ന ഭയം, എനിക്ക് ഉത്തരം കിട്ടൂലേ എന്നുള്ള പേടി. വതമഅൻ, അതേപോലെ തന്നെ പ്രതീക്ഷയും വേണം. എന്താ പ്രതീക്ഷ? എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സമീഅാണ്. എൻ്റെ റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബ് കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന ആ ഒരു മനസ്സോടു കൂടിയായിരിക്കണം നമ്മൾ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് നിങ്ങൾ അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ? ഒരുപാട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ധാരാളമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം അല്ലേ? ഒരുപാട് അതിനുള്ള സമയം നമ്മൾ കാണണം. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമുക്ക് കിട്ടിയ നിഅമത്തുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് ചോദിക്കാണ്ട്. സുജൂദ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ മിണ്ടാതിരിക്കല്ല വേണ്ടത്. ഏത് ഖിയാമുൽ ലൈലൊക്കെ സുജൂദ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക്കല്ലാഹുമ്മ ഗഫിർലി എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാണ് അവിടെ മിണ്ടാതെ അവിടെ സുജൂദിൽ കിടക്കും. അതാണോ വേണ്ടത്? അല്ല. നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. എത്ര പ്രാർത്ഥനകളോ എല്ലാം പ്രാർത്ഥിക്കാം, ഏത് പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം. അള്ളാഹുമായി ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു സമയമാണ് സുജൂദിൻ്റെ സമയം. നമുക്ക് ഏതും പ്രാർത്ഥിക്കാം. അതിൽ നമ്മുടെ ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾ ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് നമുക്ക് ഖൗഫോടു കൂടി ഈ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കുക. എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് പ്രാർത്ഥനകളും അദ്കാറുകളും അതേപോലെ തന്നെ ഖുർആൻ പാരായണവും നമസ്കാരവും മാത്രമായി കഴിച്ചു കൂട്ടേണ്ടതാണ്. അനാവശ്യമായ സംസാരം പോലും എഴുത്തിക്കാഫ് നിയ്യത്ത് വെച്ച ആളുകൾക്ക് പറ്റൂല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വിഷയം നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് വന്നിട്ടുണ്ടാവാം അല്ലേ? ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവിടെ നമ്മുടെ ഒരു അശ്രദ്ധ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഹാജത്തിനല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. എന്താ ഹാജത്ത്? മലമൂത്ര വിസർജനാണ് ഹാജത്ത്. അതല്ലാത്തൊരാവശ്യങ്ങൾക്ക് എഴുത്തിക്കാഫ് നിയ്യത്ത് വെച്ച ആൾ വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. വളരെ ഗൗരവമാണ് അല്ലേ? നമ്മൾ തമാശ പറയാനും അതല്ലെങ്കിൽ അപ്പോൾ കണ്ടുമുട്ടിയ ആളോട് കുശലം പറയാനും ഒക്കെ ഉള്ളൊരു സമയമായി എഴുത്തിക്കാഫിൻ്റെ സമയം ആവാൻ പാടില്ല. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദുനിയവിയായ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം? മനസ്സ് ചെങ്ങലക്കിട്ട് ആഖിറവുമായി ബന്ധപ്പെടുത്തി അതിനോട് ആ ചിന്തയും ആ പ്രവർത്തനവുമായി മാത്രം നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഈ എഴുത്തിക്കാഫായി മാറുന്നത്. അത് വളരെ കുറച്ച് സമയം ചെയ്താലും അത് എഴുത്തിക്കാഫായി മാറും. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതൊരു മണിക്കൂറാണ് ആ നിയ്യത്ത് വെച്ചതെങ്കിൽ ആ ഒരു മണിക്കൂർ എഴുത്തിക്കാഫായിട്ട് പരിഗണിക്കും. കുറച്ച് സമയമാണ് നമ്മൾ ആ നിയ്യത്ത് വെച്ച് ഇരുന്നതെങ്കിൽ ആ കുറച്ച് സമയം നമുക്ക് എഴുത്തിക്കാഫായിട്ട് പരിഗണിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എത്ര സമയം നമ്മൾ ഇരുന്നാലും ആ സമയമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് റബ്ബിനോട് ചോദിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യതകളൊക്കെ തീർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ചില ആളുകൾ കണ്ടിട്ടില്ല, നിങ്ങൾ നിസ്കാരം കറക്റ്റ് ആവില്ല, നോമ്പ് എടുത്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ മറ്റു സക്കാത്ത് കൊടുക്കേണ്ട ആളായിരിക്കും സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, ഹജ്ജ് നിർബന്ധമായും ചെയ്യാനുള്ള എല്ലാം ആൾക്ക് ഒത്തു വന്നിട്ടുണ്ടാവും, പക്ഷെ ഹജ്ജിന്റെ വിഷയത്തിൽ ആൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവില്ല. അയാളാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അള്ളാഹ് പുറത്തു തരണേ, റബ്ബേ കാക്കണേ എന്ന് പറയണേ. നിസ്കരിക്കാത്ത ആള് അള്ളാഹിനോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക.
നോമ്പ് വലിക്കാൻ കഴിഞ്ഞിട്ടും അതിനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ നോമ്പ് വലിക്കുന്നില്ല. അയാൾ അള്ളാഹിനോട് അള്ളാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധ കർമ്മങ്ങൾ ഒരൊഴിവുമില്ലാതെ കൃത്യമായി ചെയ്യണം. ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, നിസ്കരിക്കൂല അല്ലേ, പിന്നെ കൂട്ടപ്രാർത്ഥനയിലൊക്കെ ഭയങ്കര ആമീൻ പറയാനും കൈ ഇങ്ങനെ പൊക്കി ആമീൻ പറയാനൊക്കെ ആൾ മുന്നിലായിരിക്കും, പക്ഷെ ആൾ നിസ്കരിക്കുന്ന ആളാവൂല. നിസ്കാരത്തിലും ഇബാദത്തിലും ഒന്നും ഒരു ശ്രദ്ധയുണ്ടാവില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ് ആദ്യം ശരിയാക്കേണ്ടത്. നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഇഹലോകവും പരലോകവും റബ്ബിനോട് ചോദിക്കണം. ചില ആളുകൾ പരലോകം മാത്രം ചോദിക്കുന്ന ആളുകളുണ്ട്, പരലോകം മാത്രം റബ്ബിനോട് ചോദിക്കുക. ചില ആളുകൾ ഇഹലോകത്തിൻ്റെ കാര്യം, ദുനിയവിൻ്റെ കാര്യം മാത്രം ചോദിക്കുന്ന ആളുകളുണ്ട്. രണ്ടും പ്രശ്നമാണ്. രണ്ടും റബ്ബിനോട് ചോദിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഇനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാന അക്സറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അധിക പ്രാർത്ഥനയും ഇങ്ങനെയായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്താ പ്രാർത്ഥന? റബ്ബേ, ദുനിയാവിൽ ഹസനത്ത് നൽകണേ, ആഖിറത്തിലും ഹസനത്ത് നൽകണേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമെന്ന്. അപ്പോൾ ദുനിയാവിന് വേണ്ടിയും ആഖിറത്തിന് വേണ്ടിയും റബ്ബിനോട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ചില പ്രാർത്ഥനകൾ, ചില ആളുകളുടെ പ്രാർത്ഥനകൾ, ചില സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അതേതൊക്കെയാണ്? ആരുടെയൊക്കെ പ്രാർത്ഥനകൾക്കാണ് പെട്ടെന്ന് ഉത്തരം നൽകുക? ഒന്ന്, ദുആഉൽ മുദ്തർ, പൊറുതിമുട്ടുന്ന ആളുകൾ. ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ, കടം, രോഗം, ഇങ്ങനെ അശദ്ദുൽ ബല, കുറേ പരീക്ഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു എന്ത് ചെയ്യും? പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് അത്തരം ആളുകൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലാണ്ടോ? ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ജീവിതം ഒഴിവാക്കല്ല വേണ്ടത്. ഇന്ന് നമുക്ക് കാണാം, ഇന്ന് ആത്മഹത്യ ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? നമ്മളെ കേരളക്കരയിൽ കുറവുണ്ടായിരുന്നു, കേരളത്തിൽ തന്നെ നമ്മുടെ മലപ്പുറത്ത് കുറവുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പിടുത്തം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതെന്താ? ഡിപ്രഷൻ അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും തനിക്ക് പറ്റാത്ത, താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല, അങ്ങനെ ജീവൻ ഒഴിവാക്കുകയാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ബലാഗുകൾ ഉണ്ടാവും. ബലാഗുകൾ ഒഴിഞ്ഞ സമയമല്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചില്ലേ, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അശദ്ദുന്നാസി ബലാൻ, ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബലാ ഉണ്ടാകുന്ന ആർക്കാ? പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആർക്കാ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാകുന്നത് പ്രവാചകന്മാർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം അത്രയും പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ദുആഉൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, ഞാനത് വിശദീകരിക്കുന്നില്ല, സമയമായിട്ടുണ്ട്. അതേപോലെ തന്നെ ദുആഉസ് സ്വാഇമി വൽ മുസാഫിരി വൽ വാലിദ്. ആരതൊക്കെ? സ്വായിം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന; മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന; വാലിദ്, മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതൊക്കെ ഒരു മറയുമില്ലാതെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ഒരാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. ഏത്? സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ ആ സഹോദരന് നന്മ വരാൻ വേണ്ടി, ആ സഹോദരന് ഖൈറുണ്ടാവാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതൊക്കെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്ന് പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ അദ്ദുആഉ ഫിർ റഖാ, സുഭിക്ഷമായ സമയത്ത് പ്രാർത്ഥിക്കുക.
നമ്മൾ അള്ളാഹിനെ മറന്നു പോകുന്നൊരു സമയമാണെന്ത്, ജീവിതത്തിൽ കുറേ സന്തോഷവും സമാധാനവും അതേപോലെ തന്നെ സുഖമൊക്കെ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദ്, പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അള്ളാഹ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഫൽയുക്സിരി ദുആ ഫിർ റഖാ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷവും സമാധാനവും സുഖമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥന അധികരിപ്പിച്ചോളി. എങ്കിൽ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം നൽകും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കാരണം എന്തേ? അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തിട്ടാണല്ലോ യൂനുസ് നബി പോയത്. അള്ളാഹിൻ്റെ കൽപ്പന അള്ളാഹിൻ്റെ കൽപ്പനയില്ലാതെ ദഅവത്ത് നിർത്തി വെച്ചിട്ടാണല്ലോ യൂനുസ് നബി പോയത്. എന്നിട്ടും യൂനുസ് നബിയുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കാൻ കാരണം എന്തേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ സുഭിക്ഷമായ സമയത്തും സന്തോഷം ഉണ്ടാകുന്ന സമയത്തും അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും സന്താപം ഉണ്ടാകുമ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായി, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം കൂടെ, ഒരൊറ്റ പോയിന്റും കൂടെ അവസാനമായി സൂചിപ്പിക്കട്ടെ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന 3 സമയങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, പക്ഷെ അതിലൊരു 3 സന്ദർഭങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന് അത്താഴത്തിൻ്റെ സമയമാണ്. അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട സമയം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? അവർ സഹറിൻ്റെ സമയം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന. സഹറിൻ്റെ സമയം, അത്താഴത്തിൻ്റെ സമയം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാണ്ട്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബി ഗ്ഫിർലി വർഹംനി, റബ്ബി ഗ്ഫിർലി വലിവാലിദൈ, അല്ലേ? അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതാണൊന്ന്. രണ്ടാമത്തേത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. ആളുകൾ അശ്രദ്ധയിലായി പോകുന്നൊരു സമയം. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ഖുർആൻ എടുക്കും, അല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അവരോട് ചോദിക്കുകയാണ്, പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, ഖുർആൻ പാരായണമാണോ അസ്കാറുകൾ ദുആയാണോ ഏറ്റവും അഫ്ളലായത്? അതിന് പണ്ഡിതന്മാർ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. എന്താ അവർ കൊടുക്കുന്ന മറുപടി അറിയാം? ദുആഇന് പ്രത്യേകമായ സന്ദർഭമുണ്ട്. ചില ദുആ ഉത്തരം കിട്ടുന്ന സമയങ്ങൾ, സ്ഥലങ്ങൾ, ആ സമയങ്ങളിൽ ദുആഇനാണ് കൂടുതൽ പ്രാധാന്യം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അദ്ദുആഉ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ള സമയം തള്ളപ്പെടുകയില്ല, ദുആ തള്ളപ്പെടുകയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? പ്രാർത്ഥനക്കാണ് കൂടുതലും ഉപയോഗപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ ഒരു സമയം ഇൻദൽ ഇഫ്താർ. എന്താ? ഇഫ്താറിൻ്റെ സമയം, നോമ്പ് തുറക്കണ സമയം. അവിടെയും നമ്മൾ അശ്രദ്ധയിലായി പോകുന്നൊരു സമയമാണ്. കാരണം നമ്മൾ എന്താ പറയുക, കുറേ സമയം ഇങ്ങനെ വിശന്നിരുന്ന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭക്ഷണം കിട്ടിയിരിക്കുകയാണ്, അല്ലേ? കുറേ ശ്രദ്ധ അതിലേക്കാണ്. പിന്നെ എന്താ പറയുക, കുറേ നമ്മൾ പരിചയക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കാനും അങ്ങനെ അശ്രദ്ധയിലായി പോകുന്നൊരു സമയമാണ് ഇൻദൽ ഇഫ്താർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ലിദഅവതൻ മാ തുറദ്ദു. എന്താ? ഇഫ്താറിൻ്റെ സമയത്തുള്ള നോമ്പുകാരൻ്റെ പ്രാർത്ഥന അത് തള്ളപ്പെടുകയില്ല. അപ്പോൾ ഈ 3 സന്ദർഭങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ആദാബുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷവും അള്ളാഹുവിൽ പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അയക്കുന്ന ജനകൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.